ഇപ്പൊ വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ UDF ഉണ്ടാതിരുന്നൂടായിരുന്നോ? സ്വാഭാവികമാണല്ലോ. അൻവറൊന്ന് പോയി പഠിക്കട്ടെ, ഒന്ന് അനുഭവിക്കട്ടെ എന്നാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അവർക്ക് സംസാരിച്ചൊഴിയാമായിരുന്നു. അവരെ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ ഭീകരനാക്കി രാത്രി പാതിരാക്ക് പോലീസ് തൂക്കിക്കൊണ്ടു പോകുമ്പോൾ അതിന് മാനുഷികമായിട്ടും രാഷ്ട്രീയമായിട്ടും തന്നെയാണ് അവർ പ്രതികരിച്ചത്. അതുകൊണ്ട് ഇപ്പൊ പാണക്കാട് തങ്ങളോടായാലും കുഞ്ഞാടി സാഹിബിനോടായാലും രമേശ് ചെന്നിത്തലയോടായാലും സുധാകരനോടായാലും അതിന് ഇടപെട്ട പ്രതിപക്ഷ നേതാവിനോടായാലും എനിക്ക് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ മനുഷ്യരോട് നന്ദികേട് കാണിക്കുന്ന ആളല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. ആ ആത്മാർത്ഥമായി നിന്നതിന്റെ പേരിലാണല്ലോ ഇപ്പൊ പുറത്തേക്ക് വരേണ്ടി വന്ന LDF നിന്ന്. ഞാൻ അന്നും ജനങ്ങളോടൊപ്പമാണ് നിന്നത്. ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തായത്. അതുകൊണ്ട് ഇപ്പൊ ഈ UDF ലീഡർഷിപ്പ് എന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മരിച്ചു നിൽക്കുന്നു. അതിനെന്താ തർക്കം? നേരത്തെ നിയമസഭയിൽ തീരുമാനമെടുത്തു, അത് സ്പീക്കറെ അറിയിച്ചിരുന്നു, ഒറ്റയ്ക്കൊരു ഇരിക്കുകയാണ്, UDF കൂടെ ഇല്ലായിരുന്നു. ഇപ്പം UDF നേതാക്കളായി ഈ കാര്യത്തിൽ ചർച്ച നടത്തും? ഇല്ല, ഞാൻ അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തായാലും UDF ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDF പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എനിക്കല്ല. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ LDF ഇറങ്ങി വരണോ? നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം മോശപ്പെടാത്ത നല്ലൊരു പൊസിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെന്നുള്ളത്. മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഉള്ള എൻ്റെ ബന്ധങ്ങളൊക്കെ എല്ലാവരും ഇതെല്ലാം ഇട്ടെറിഞ്ഞു വന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടെ നിന്നാൽ പോരെ. ഞാനിപ്പോ ഈ പോരാട്ടം നടത്തുന്ന ഈ ആദിവാസികൾക്ക്, ഈ മലയോര കർഷകർക്ക് വേണ്ടിയാണ്. അവിടെ എൻ്റെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഈ പണിയെടുക്കണ്ടല്ലോ. അതുകൊണ്ട് എന്നെ ആലോചിച്ചിട്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കണ്ട. അത് UDF ലീഡർഷിപ്പാണ്. എൻ്റെ സാഹചര്യം, എൻ്റെ സാന്നിധ്യം, എൻ്റെ ഇടപെടൽ UDF ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട UDF ആണ്. ഒറ്റ മനുഷ്യൻ ഞാൻ അത് പറഞ്ഞു. ഇതിലിപ്പോ ഞാൻ പ്രയാസപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന ആന്റി CPM മൈൻഡുള്ള, ആന്റി LDF മൈൻഡുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ എന്താ പറയാ, ആശങ്കയിലാണ്. എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് PC ജോർജിന്റെ പാർട്ടിന്റെ കാര്യമാണ്. അപ്പം UDF കൂടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ വഴിയാധാരാകുമോ? മനുഷ്യന്റെ സ്വയമായിട്ടുള്ള എന്താ പറയാ ഒരു എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുമോ എന്ന് തോന്നുന്ന ആളുകളാണ് പലരും ഭയപ്പെട്ടിട്ട് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അറസ്റ്റ് ഉണ്ടാ, ഈ അറസ്റ്റിന്റെ മനുഷ്യൻ മനസ്സിലാക്കണ്ട. ഞാൻ 4 ദിവസം മുമ്പാണ് CPM ചില നേതാക്കന്മാര്, ചില MLA മാര്, ചില മുൻ MLA മാര് ഈ എന്താ പറയാ മുന്നേറ്റത്തോടൊപ്പം വരാൻ സാധ്യതയുണ്ട് നിങ്ങളോട് പറയുന്നത്. അവിടെയാണ് അറസ്റ്റ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ തൂക്കി ഉള്ളിലാക്കി വേറെ കേസും കൂടി ചാമ്പിയിട്ട് അങ്ങോട്ട് എന്താ പറയാ സൈസാക്കാം എന്ന P.ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും കണക്കൂട്ടൽ കൂടിയാണ് എന്ത് പറയുന്നത് ഈ അറസ്റ്റ്. ചോദിച്ച ചോദ്യം, അപ്പൊ ഇവരൊക്കെ ഒരു ചെറിയ ആശങ്കയില. ഞാൻ UDF ഔദ്യോഗിക ഭാഗമാകുന്നതോടുകൂടി നിങ്ങൾ എഴുതി വെച്ച കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ആ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യേണ്ട ആരാണ്? UDF ലീഡർഷിപ്പാണ്. ഈ UDF ശക്തി പകരാൻ അപ്പുറത്തുനിന്ന് ആള് വരണല്ലോ. ആ അപ്പുറത്തുനിന്ന് വരാൻ നിൽക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ മനസ്സിൽ വലിയ ആശങ്കയാണ്. കാരണം കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇത്ര വലിയ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ടും UDF നേതൃത്വത്തിൽ നിന്ന് അനുഭാവപൂർവമായ ഒരു UDF പ്രവേശനത്തിനുള്ള വഴി തുറക്കാതെ കാണുമ്പം വന്ന ആളുകൾ തന്നെ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇതിലെ വിഷയം. താങ്കൾ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിയപ്പോൾ തന്നെ പൊളിറ്റിക്കൽ നെക്സസിനെതിരെയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതേ നെക്സസ് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ നെക്സസിന്റെ ഭാഗം തന്നെയല്ലേ ഇത്. CPM എവിടെയാണ് നിൽക്കുന്നത്? CPM ഉദ്ദേശം എന്താ? CPM ഉദ്ദേശമല്ല, സോറി, പിണറായിയുടെ ഉദ്ദേശം എന്താ? പിണറായിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. കാരണം അത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയമായതുകൊണ്ട് ADGP അജിത് കുമാർ ഇടപെട്ട ഒരു വിഷയമുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ ഡോക്യുമെന്റ് ഉള്ളതാണ്. പക്ഷെ അതൊരു ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാതെ നിൽക്കുന്നത്. അത് പറയേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ ഞാനത് പറയും. അപ്പോൾ ആ നെക്സസ് RSS നേതൃത്വവുമായിട്ടുള്ള നെക്സസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ നെക്സസിന്റെ ഭാഗം എന്താണ് CPM നിലപാട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഇപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംസാരം? എന്താണ് ഈ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തോടുള്ള CPM നിലപാട്? ഇതൊക്കെ പറ്റിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്യുന്നതിൽ അതിൽ വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. പിണറായി എനിക്ക് ശേഷം പ്രളയമാണ്. എനിക്ക് ശേഷം പ്രളയം. ഒരു കാലത്തും CPM കേരളത്തിൽ അധികാരത്തിൽ വരാത്ത വിധമുള്ള
പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് RSS നേതൃത്വം പിണറായിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നെക്സസ് തുടരുന്നുണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടി വന്നാൽ ആ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ അത് ഡൽഹിയിലാണ്, കേരളത്തിലല്ല. മനസ്സിലായി? അത്രേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ, അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പരിപൂർണമായും ബന്ധിതനാണ്. അദ്ദേഹത്തിന്റെ കാല് ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ ഇടതുകാലും വലതുകാലും ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ കൈകൾ ബന്ധിതമാണ്, അദ്ദേഹത്തിന്റെ നാവ് ബന്ധിതമാണ്. എല്ലാം ബന്ധിതമായിട്ട് ഈ ബന്ധിക്കപ്പെട്ട എല്ലാ ചരടുകളും പോയി നിൽക്കുന്നത് RSSന്റെ കേന്ദ്രത്തിലാണ്. അവിടെയാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ആ നെക്സസിന്റെ തീരുമാന പ്രകാരമല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പിണറായി വിജയന് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അവസാനം കുറിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോവാണ്. പാവപ്പെട്ട ഈ പറയുന്ന നേതാക്കന്മാർക്ക് തൊഴിലാളി നേതാക്കന്മാരുണ്ട് നാട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെ പോയി CITU? എവിടെ CITU? കേൾക്കുന്നുണ്ടോ? ആകെ നോക്കുകൂലി വാങ്ങുന്നൊരു വാർത്തയല്ലേ വരുന്നത്. ഒരു സമരം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ നടത്തുന്നുണ്ടോ? ഇവിടുത്തെ ആദിവാസി സംഘടനകൾ നടത്തുന്നുണ്ടോ? ഇവിടുത്തെ ദളിത് വിഭാഗം നടത്തുന്നുണ്ടോ? എല്ലാ നേതാക്കന്മാരെയും ഈ കയറിൽ കെട്ടിയിരിക്കാണ്. മിണ്ടാൻ അധികാരമല്ല. അതാണ് പിണറായിസം. ആ പിണറായിസമാണ് CPMന്റെ അടിവേര് തകർക്കും. ഒരു തർക്കം നിങ്ങൾ കരുതണ്ട. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ. ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.